ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പം ഞങ്ങൾ പാർട്ട് 2 മണാലി ട്രിപ്പ്. ഇന്ന് ഞങ്ങൾ റോത്തങ് പാസിൽ പോകണം. രാവിലെ 2 മണിക്കാണ് ചോയ്സ്. അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് റോത്തങ് പാസിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ റോത്തങ് പാസ്സൊക്കെ പോയി. ഇപ്പോൾ ഇതാണ്ട് സിസു ഏരിയയിലാണ്. ഞങ്ങൾ ഇനി അഡൽട്ട് ടൗണിലേക്ക് പോവാണ്. ഞാൻ ബാക്കിൽ ഇതാണ്ട് ഈ ഒരു വേഷം തുടങ്ങി. ഞാൻ കാണിച്ചുതരാം ബാക്ക് ക്യാമറ. അപ്പോൾ ഗായ്സ്, ഇതാണ് അഡൽട്ടാണ്. ഇത് പറയുന്ന പോലെ അത്രയ്ക്ക് സുഖമൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ കുറച്ച് എടുത്തുള്ളെങ്കിലും ഇതൊരു മണിക്കൂർ ഇരിക്കണം ഇതൊന്ന് കഴിയണമെങ്കിൽ. ആദ്യം ഫ്രണ്ടിൽ അങ്ങനെയല്ല കേട്ടോ തുടങ്ങുന്ന ആദ്യം ഒരു ചെറിയ പാലം. ഈ നാട്ടിലൊക്കെ കാണുന്ന മതി, ഒരു ചെറിയ പാലം, തൂക്കുപാലമല്ല കേട്ടോ, സാധാ പാലം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുമ്പം വെൽക്കം ടു അഡൽട്ട് ടണൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെ നൈസ് ടു മീറ്റ് പറഞ്ഞു, അതല്ലേ. പിന്നെ ഈ പച്ച കാണുന്നുണ്ടോ, അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. ഈ പച്ച എക്സിറ്റ് ഡോറാണ്. അപ്പം നിങ്ങൾ ഞെട്ടിയില്ലേ? ഇത് അറിഞ്ഞ സമയത്ത് ഇത് നമുക്ക് തുറന്നിട്ട് അപ്പുറത്തുനിന്ന് ചാടാം. ഇപ്പം ഇവിടെ ഐസൊക്കെ വീഴുന്ന സമയത്ത് കുറേ അപകടമൊക്കെ പറ്റാറുണ്ട്. മണാലിക്കാർ പറഞ്ഞതായി ഇവിടെ ഐസൊക്കെ വീഴുമെന്നും പിന്നെന്താ ഐസ് അവരുടെ വീടിൻ്റെ മുറ്റം വരെ കിടക്കുമെന്ന്. അങ്ങനെ കുറേ അപകടമൊക്കെ പറ്റുമ്പം ആ എക്സിറ്റ് ഡോർ വലിച്ചു കഴിഞ്ഞാൽ തുറക്കും. അത് തുറന്നു വരും. അവിടെ നിന്ന് ചടിപ്പാം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വലിയതല്ല കേട്ടോ, ചെറുത് ഈ പച്ച കളറിലതൊക്കെ. പിന്നെ ഒടുക്കത്തെ ബോറടിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. എനിക്കൊരു ഇഷ്ടമുള്ള ഹോബിയായിരുന്നു വണ്ടി എത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എണ്ണ. അങ്ങോട്ട് പോകുന്ന എണ്ണാൻ ഇങ്ങോട്ട് വരുന്നത് എണ്ണാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകുന്ന എണ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നില്ല, അതിൽ ടണൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. റോത്തങ് പാസിൽ നിന്ന് റോത്തങ് പാസിലേക്ക് പോകുമ്പോഴും കാണാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയമാണെങ്കിലും കാണാൻ പറ്റും. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടത്, അങ്ങോട്ട് പോകുന്ന സമയത്തൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചേനെ. ട്രക്ക് വരെയൊക്കെ പോകണതിനകത്ത്. ഇത് കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരിയാണ് 1 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കണം. കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക, കുറേ പോലീസുകാരൻ്റെ അതൊക്കെ കാണും. ഒരു ചെക്കിങ് എന്താണ്ടൊക്കെ ഉണ്ട് അവിടെ, അതും കാണും. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ കാണാം. അപ്പോൾ ഗൈസ്, റോത്തങ് പാസിലെ വീഡിയോ ഞാൻ ആക്ച്വലി ഈ പാർട്ട് 2 താഴെ ഇടുന്ന ഏറ്റവും ലാസ്റ്റ് ഇടുന്നതാണ്. അവിടെ ചെന്ന് ഇടാൻ പറ്റിയില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ. ഞങ്ങൾ 2 മണിക്ക് എണ്ണിച്ച് പിള്ളേരായിരുന്നു എല്ലാവരും. ഉറങ്ങി കുറേ ഡള്ളൊക്കെയായിരുന്നു. പിന്നെ പകുതി സ്ഥലത്ത് ഞാൻ നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പം കുറേ പേര് പറഞ്ഞു തുറക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാം മൂടോട്ടെ എവിടെയൊക്കെ ഇറങ്ങി നിന്ന് കളിച്ചു. പിന്നെ പെട്ടെന്ന് ഷഡേന്ന് പറഞ്ഞവർ പറഞ്ഞു തുറന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരുടെ ജീവനും എടുത്തുകൊണ്ട് ഞങ്ങൾ ഒറ്റോട്ടത്. -0 ഡിഗ്രിയിലായിരുന്നു. സ്നോയ്ക്കകത്ത് വായിക്കടിച്ച വണ്ടിയുടെ സമയം ഡോണിരുന്ന് കളിയിട്ടെടുക്കുന്നു. ഇവിടെ അമ്മയും പപ്പ ഗോപ്രോയിൽ എടുക്കുന്നുണ്ട്. ഷിബോക്കൾ, ശ്രീജാട്ടി, അമ്മ, എൻ്റെ അമ്മച്ചി എല്ലാവരും ഫ്രണ്ടിൽ കൊണ്ട് നടക്കുന്നത്. എൻ്റെ ജിംക്കുണ്ട് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. 2 മണിക്ക് എണ്ണിച്ച് അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നല്ല ദേഹത്ത് വേദന, പെയിനൊക്കെ. ഇവിടെ വന്ന് ഞങ്ങൾ സ്നോയിൻ്റെ ഇടയ്ക്കിരുന്ന് നല്ല ചിടിച്ചിടാൻ വാങ്ങി കഴിച്ചു. ആണ്ടിപ്പേര് ടിറ്റായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത് കടയുന്നുണ്ടേ. സ്വെറ്റർ ലൂരിയതില്ലേ, അത് ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ഉടുപ്പിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തിന് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചത്തു ശരിക്കും പറയാം. കൈയൊക്കെ മരവിച്ച് ഞാൻ ഐസ് കെട്ട് അങ്ങനെ കൈയൊക്കെ വാരി എറിഞ്ഞപ്പോൾ അത് ഞാൻ അറിയാതെ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റ ID ഉണ്ട് കേട്ടോ, ഷൈബിറ്റ് വേണ്ടിയിട്ട്. അപ്പം അതിനകത്തിൽ കയറിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടില്ല, അങ്ങനെ എടുത്ത് വാങ്ങി. കൈ തണുത്തു, ഭയങ്കര തണുപ്പായിരുന്നു. എന്താ പറയുക, സെറ്റാണ് ഞങ്ങളെല്ലാവരും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എന്താ പറയുക, ഐസ് കട്ടയൊക്കെ ഇങ്ങനെ അടി വന്ന് കിടപ്പുണ്ട്. ഭയങ്കര ഈ മാർബിളൊക്കെ കിടക്കുന്ന മാതിരി. അത് ഇന്നലെ മഴയായിരുന്നു വയസ്സ്. അപ്പം അത് കാരണം ഐസ് കട്ട മാർബിൾ മാതിരി കിടപ്പുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ ഞാൻ പോയി ഞൊരടി നോക്കി. അത് ഞങ്ങൾ നിർത്തിയായിരുന്നു. ഇവിടെ കയറാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഞങ്ങൾ നിർത്തിയിട്ട് വേറൊരു സ്ഥലത്ത് കയറി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയപ്പോൾ അറിഞ്ഞു അയ്യോ വണ്ടി എടുക്കുന്നുണ്ടെന്ന്. അപ്പം ചാടി ഇറങ്ങി അവിടെ നിന്ന് വണ്ടി
വണ്ടിക്കകത്ത് കയറി അങ്ങനെ പോകുമായിരുന്നു ഞങ്ങൾ. ഒരു 0 ഡിഗ്രി ചെന്നു മലയുടെ അവിടെ തെരച്ചു. എന്താ പറയുക, രസമാ. പിന്നെ കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഇത് എന്താണ് അതിനൊക്കെ തോന്നുന്നു. അതാ ടണലി പൊക്കോണ്ടിരിക്കുക, ടണല് കഴിയുന്നില്ല. നോക്കടൽ മഴ വരുന്നു. പിന്നെ എന്താ പറയുക, ഐസ് പപ്പ എടുത്തോണ്ടാണ് ഞാൻ പിടിച്ചത്. ഫിഷ് പിടിക്കട്ടോ ചിലപ്പോൾ കൈ ഗ്ലൗസ് ഇടാതെ ഐസിനെ പിടിച്ചാൽ. ഗ്ലൗസ് എല്ലാം ഊരി വെച്ചു. ഇങ്ങനെ മണ്ണായി, ഗ്ലൗസ് ഫുള്ളേ മണ്ണായി. നല്ല നല്ല ഐസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഞങ്ങളൊരു മലയാളി ആൾക്കാരുണ്ട്, നല്ല ആൾക്കാർ. ഒരു ചേച്ചി, ഒരു ചേട്ടനും, വേറൊരു ചേച്ചി, ഒരു കുഞ്ഞാവേ, ഒരു ചേട്ടൻ. ഞാൻ പൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് പുഴു എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പുഴു. ഇത് പുഴു ഇതിന് പുഴു കൊണ്ടിക്കളഞ്ഞു. ഇത് എന്തൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി ടണൽ കഴിഞ്ഞിട്ട് കാണാൻ എനിക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെ ടണൽ കഴിഞ്ഞ് മുടി കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമൊക്കെ ഇവിടെ പോകുന്ന എടുക്കാം. ഞങ്ങൾ പുറത്തിറങ്ങുക. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പാക്കേജ് ഫുഡ് കഴിച്ചു. പാക്ക് ചെയ്തിട്ട് അവിടെ സെറ്റ് കഴിക്കാം. വലിയ തിരക്കാൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ ആൾക്കാർ കഴിച്ച് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിട്ടാണ്. എനിക്ക് എന്നെ വീഴത്തല്ലേ. അപ്പോൾ കഴിച്ച് ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. എൻ്റെ വേ. അപ്പോൾ ഗൈസ് ഹോട്ടലിൽ വന്നായിരുന്നു. എന്നിട്ട് എന്താ ഫുഡ് കഴിച്ചു, കുറേ നേരം കിടന്നിറങ്ങി. ഇപ്പം കയറി കുളിച്ചു. ഈ 9 മണിക്ക് ഞങ്ങൾക്ക് ഡിന്നർ. നാളെ രാവിലെ എണ്ണിക്കണ്ട, കുറച്ച് നേരം എണ്ണിക്കണം. ഞങ്ങളുടെ റൂം മാറ്റി താപ്പട്ടേക്കാക്കി. അത് അവിടെ വേറെ ബുക്ക് ചെയ്യുന്നപ്പോൾ ഞാൻ താപ്പിട്ടു. കമ്പിളിക്കില്ല. ഇന്ന് രാത്രിയും കൂടെ ഉള്ളു ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ സർപ്രൈസായിട്ട് നിങ്ങളെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാം. നിങ്ങൾ ഗസ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കെഞ്ചി അപ്പോൾ ഗൈസിന് ഡിന്നർ കഴിച്ചിട്ടപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറി കഴിച്ചു. നാളെ ഒരു സർപ്രൈസാണ്. എല്ലാം പാക്കൊക്കെ ചെയ്തു. ഒരു പ്രാർത്ഥിച്ച് കിടക്കാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഐസിൻ്റെ വിശേഷം. ഞങ്ങൾ ഇവിടെ നിന്നെന്നാണ് ഞാൻ പറഞ്ഞു. ഇനി തന്നെ ഐസോടെ ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ ഡ്രസ്സിൻ്റെ മണി. പിന്നെ എനിക്ക് വേറെ പേരടിക്കുമ്പോൾ വണ്ടി ഇരുന്ന് കുറേ പുഞ്ഞ ഫോട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഇതാ പറഞ്ഞ എൻ്റെ കൈ മരവിച്ച ഐസ് കണ്ട ഗ്ലൗസ് ഇടാതെ എടുക്കുന്നത്. ഇതൊക്കെ എൻ്റെ അഹങ്കാരം. പിന്നെ ഇവിടെ ബൈക്ക് റൈഡുണ്ട്, യാത്രയുണ്ട്, ഭയങ്കര രസമാട്ടോ. പിന്നെന്താ ഇത് എന്നൊക്കെ തന്നെ. ഇത് ഇൻസ്റ്റ ഇടാൻ വേണ്ടി എടുത്തതാണ്. ഇത് മാഗി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അവിടെ നിന്ന് എടുത്ത് തന്നെ എറിഞ്ഞ് എൻ്റെ ഒരു ഉപ്പാട് ഇളക്കിക്കളഞ്ഞു. അവിടെ പൊട്ടിക്ക് വാങ്ങി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള റോത്തങ് പാസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കണം. അപ്പോൾ